ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അല്ലു ആൻഡ് അൽഫു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് മത്തി വാങ്ങിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പ് കാണിക്കുന്നത്. മത്തിയൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ, തീ പിടിച്ച വിലയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. ഇത്രയും 100 രൂപയാണ് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം കഴുകി എടുത്തേക്കാണ്. നമുക്ക് പിന്നെ ഒരു ആവശ്യത്തിന് നമ്മൾ മുളക് പൊടി എടുക്കണം. ഞാനിപ്പോൾ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ 1 സ്പൂണും കൂടെ ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞു ബേബി ചമയ്ക്കുന്നതാണ് കേട്ടോ നമ്മൾ കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഒരു സ്പൂൺ വേണ്ട, കുരുമുളക് നല്ലോണം പൊടിച്ചതിന് ശേഷം അത് ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുക. ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നല്ല പോലെ കുഴച്ചെടുക്കണം. ഇതിനെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ അരപ്പില്ലാതിനെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം മാറ്റി വെക്കണം കേട്ടോ, അരപ്പ് പിടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് കത്തിക്കണം. ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. എന്നിട്ട് ഇത് ചൂടാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ എണ്ണ ഇതിലേക്ക് ഒഴിക്കാൻ. എന്നിട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഈ പാനിൽ വലിയ എണ്ണ ആവില്ല, കുറച്ച് എണ്ണ ആവുള്ളൂ. ആ എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ അങ്ങ് ഇടാൻ പാടില്ല കേട്ടോ. നല്ല ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഫിഷ് അതിൽ ഇടാവൂ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഫിഷിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തീ പിടിച്ച വിലയാണ് കേട്ടോ. ട്രോളിങ്ങൊക്കെ വന്നൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പം നല്ല ഫിഷൊന്നും കിട്ടാനില്ല. നല്ല ഫ്രഷ് ഫിഷൊന്നും കിട്ടാനില്ല കൂട്ടുകാരെ. അപ്പം നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഫിഷൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫിഷിനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം കേട്ടോ. തീ നല്ല കൂട്ടി വയ്ക്കാൻ പാടില്ല, എങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ തീയൊക്കെ വളരെ സ്ലിമ്മിലിട്ട് വയ്ക്കണം, കുറച്ച് വയ്ക്കണം. അത് നമ്മൾ അടുത്ത് മറിച്ചിടുക. ഇതിനെ മറിച്ചിട്ട് കുറേ നേരം വച്ചതിന് ശേഷം ഇപ്പം അത് നമ്മൾ എടുക്കാണ്ട് ഇതായി കേട്ടോ. നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളതിനെടുത്ത് അങ്ങ് മാറ്റണം. എനിക്ക് പറ്റുന്നില്ല കേട്ടോ, ഇതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പാടോട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാമെന്നുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഫിഷ് ഫ്രൈ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. അടുത്ത വീഡിയോയിലേക്ക് വരുമ്പോഴേക്കും ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു ഡിയർ ഫ്രണ്ട്സ്.